ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെത്തി. പത്തനംതിട്ടയിൽ പൊതുയോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും ചുമതലയേറ്റു. സംസ്ഥാനത്തെ മുൻഗണനാ കാർഡുകാർക്കുള്ള റേഷൻ മസ്റ്ററിംഗ് സാങ്കേതിക തകരാർ മൂലം ഭാഗികമായി നിർത്തിവച്ചതായി മന്ത്രി GR അനിൽ. മഴക്കാലം മുന്നിൽ കണ്ട് പകർച്ചവ്യാധികൾക്കെതിരെ ശക്തമായ പ്രതിരോധ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കേരളത്തിലെത്തും. ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്തെത്തുന്നത്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായത്. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുയോഗത്തെ അദ്ദേഹം അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. പത്തനംതിട്ട, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായാണ് പ്രധാനമന്ത്രി എത്തുന്നത്. 1 ലക്ഷത്തോളം പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് ജില്ലയിൽ കനത്ത സുരക്ഷയും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ടയിലെ പരിപാടിക്ക് ശേഷം പ്രധാനമന്ത്രി കൊച്ചിയിൽ നിന്ന് തെലങ്കാനയിലേക്ക് തിരിക്കും. പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി ചുമതലയേറ്റ ഗ്യാനേഷ് കുമാറിനെയും സുഖ്ബീർ സിംഗ് സന്ധുവിനെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ സ്വാഗതം ചെയ്തു. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന സവിശേഷ ഘട്ടത്തിൽ ഇരുവരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായതിന്റെ പ്രാധാന്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഊന്നിപ്പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സെലക്ഷൻ പാനലാണ് കഴിഞ്ഞ ദിവസം ഇരുവരെയും നിയമിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാനുള്ള പാനലിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് പരിഗണിക്കുന്നത്. രാജ്യത്തുടനീളം പെട്രോൾ, ഡീസൽ വില ലിറ്ററിന് 2 രൂപ വീതം കുറച്ചു. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് സമൂഹ മാധ്യമമായ എക്സിലൂടെ ഇക്കാര്യം പങ്കുവച്ചത്. വിലയിൽ കുറവ് പെട്രോൾ, ഡീസൽ വാഹനങ്ങളുടെ പ്രവർത്തന ചെലവ് കുറച്ച് ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ മുൻഗണനാ കാർഡുകാർക്കുള്ള റേഷൻ മസ്റ്ററിംഗ് സാങ്കേതിക തകരാർ മൂലം ഭാഗികമായി നിർത്തിവച്ചതായി മന്ത്രി GR അനിൽ. അതേസമയം മഞ്ഞ കാർഡുകാർക്ക് ഇന്ന് മസ്റ്ററിംഗ് സൌകര്യമൊരുക്കുമെന്നും മന്ത്രി അറിയിച്ചു. മുൻഗണനാ കാർഡിൽ മഞ്ഞ നിറ കാർഡുകാർക്ക് വന്നവർ തിരിച്ചു പോകാതെ മസ്റ്ററിംഗിലേക്ക് പങ്കെടുക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ചുവപ്പ് നിറത്തിലുള്ള കാർഡുകാർ അവർക്ക് ഇന്ന് തന്നെ IT ഉദ്യോഗസ്ഥരുമായി ഉച്ചയ്ക്ക് ചർച്ച നടത്തി നാളെ മുതൽ ഒരു ക്രമീകരണം വരുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. റേഷൻ ഷോപ്പുകളിലൂടെ അരി വിതരണം നടത്തരുതെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞിരുന്നതാണ്. രണ്ടും ഒരുമിച്ച് വന്നാൽ സാങ്കേതിക തകരാറ് വരാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് അരി വിതരണം 3 ദിവസം നിർത്തിവെച്ചുകൊണ്ട് ഈ പ്രവൃത്തിയിലേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചത്. ഞായറാഴ്ച വരെയാണ് മസ്റ്ററിംഗ് നടത്താൻ തീരുമാനിച്ചിരുന്നത്. ആധാർ കാർഡും റേഷൻ കാർഡുമാണ് മസ്റ്ററിംഗിന് വേണ്ടത്. രാജ്യത്തുടനീളം ഈ മാസം 31-നകം മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മഴക്കാലം മുന്നിൽ കണ്ട് പകർച്ചവ്യാധികൾക്കെതിരെ ശക്തമായ പ്രതിരോധ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് പ്രാധാന്യം നൽകണമെന്നും മന്ത്രി പറഞ്ഞു. ഇതിനായി വിവിധ വകുപ്പുകളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണ്. നിലവിലുള്ള നിയമങ്ങളെ ഏകീകരിച്ചും ക്രോഡീകരിച്ചും കാലികമായ മാറ്റങ്ങൾ വരുത്തിയുമാണ് പൊതുജനാരോഗ്യ നിയമം യാഥാർത്ഥ്യമാക്കിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരള പൊതുജനാരോഗ്യ നിയമത്തിന്റെ വിജ്ഞാപനം ഇറങ്ങിയതിനു ശേഷമുള്ള സംസ്ഥാനതല സമിതിയുടെ ആദ്യ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. തിരുവനന്തപുരത്തെ 10 സ്കൂളുകളിൽ അഡൽ ടിങ്കറിംഗ് ലാബുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. നിംസ് മെഡിസിറ്റിയിലെ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനാധിഷ്ഠിതമായ പഠനവും യുവ മനസ്സുകൾക്ക് സാമൂഹിക പ്രശ്നങ്ങളിൽ അവരുടേതായ ആശയങ്ങൾ രൂപീകരിക്കാനും ഉതകുന്ന പഠനരീതിയാണ് അഡൽ ടിങ്കറിംഗ് ലാബിലൂടെ ഒരുക്കുന്നത്. സംസ്ഥാനത്തെ ദന്തൽ മേഖലയ്ക്ക് ദേശീയ അംഗീകാരം.
കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ന്യൂഡൽഹി എയിംസിലെ സെന്റർ ഫോർ ഡെന്റൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചും ഡൽഹിയിൽ സംഘടിപ്പിച്ച നാഷണൽ ഓറൽ ഹെൽത്ത് പ്രോഗ്രാം ദേശീയ അവലോകന യോഗത്തിലാണ് കേരളത്തിന്റെ ദന്തൽ മേഖല അഭിനന്ദനത്തിന് അർഹമായത്. സംസ്ഥാനം നടപ്പിലാക്കുന്ന ദന്താരോഗ്യ പദ്ധതികളായ മന്ദഹാസം, പുഞ്ചിരി, വെളിച്ചം, ദീപ്തം തുടങ്ങിയവ രാജ്യത്താകെ മാതൃകയാണെന്നും തമിഴ്നാട്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളും ലക്ഷദ്വീപ്, പുതുച്ചേരി തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഈ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ സെമി ഫൈനലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലാണ് മത്സരം. ഇന്ന് വിജയിക്കുന്ന ടീം ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനോട് ഏറ്റുമുട്ടും. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ലോക 3-ാം നമ്പർ താരം ആൻഡേഴ്സ് ആൻഡൻസനെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യയുടെ ക്വാർട്ടർ പ്രവേശനം. പുരുഷ ഡബിൾസിൽ ചിരാഗ് ഷെട്ടി, സാത്വിക് സായ്രാജ് റെങ്കിറെഡ്ഡി സഖ്യം ഇന്തോനേഷ്യൻ ജോഡികളായ ബി മൌലാന, MS ഫിക്രി സഖ്യത്തോട് പരാജയപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ നഗരവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടുക്കി ഇടവെട്ടിയിലെ കുട്ടിവനത്തിൽ നടപ്പാക്കുന്ന വികസന പദ്ധതികൾ ശ്രദ്ധേയമാകുന്നു. ആദ്യഘട്ടമായി വിവിധയിനം ചെടികൾക്കൊപ്പം പുൽമേടും ചതുപ്പും യാഥാർത്ഥ്യമാക്കും. കുട്ടിവനത്തിൽ നടപ്പാതയും കഫറ്റേരിയയും ഉൾപ്പെടെ സ്ഥാപിച്ച് പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകുന്നതാണ് പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. 100-ലധികം വർഷം പഴക്കമുള്ള പടുകൂറ്റൻ മരങ്ങൾ, അപൂർവീനം ചിത്രശലഭങ്ങൾ, പക്ഷികൾ തുടങ്ങിയവയുടെ കലവറയാണ് ഇടവെട്ടി കുട്ടിവനം. 12.5 ഹെക്ടർ വിസ്തൃതിയുള്ള സ്വാഭാവിക വനത്തിനുള്ളിലെ ഈ കാഴ്ചകൾ കാണാൻ ഇനി എല്ലാവർക്കും അവസരമൊരുങ്ങും. നഗരവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഞ്ചാരികൾക്കായി നിരവധി അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത്. ടിക്കറ്റ് കൗണ്ടർ, എൻട്രൻസ്, കഫറ്റീരിയ, ഇരിപ്പിടങ്ങൾ, വാക്വേ എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇതിനു പുറമെ ബാംബു തൈകൾ, നക്ഷത്രവനം, ബട്ടർഫ്ലൈ പ്ലാന്റേഷൻ, ഔഷധ സസ്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി വിവിധയിനം പ്ലാന്റുകളും ഇവിടെ സജ്ജീകരിക്കുന്നുണ്ട്. വനസംരക്ഷണത്തിനായി 2 കിലോമീറ്റർ നീളത്തിൽ സോളാർ ഫെൻസിംഗും സ്ഥാപിക്കും. ഇടുക്കി ജില്ലയിൽ നടപ്പാക്കുന്ന ഏക നഗരവനം പദ്ധതിയാണ് ഇടവെട്ടിയിലേത്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. കേന്ദ്ര സഹമന്ത്രിയും BJP സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് തിരുവനന്തപുരം ആറ്റിങ്ങലിലാണ് പ്രചാരണം നടത്തുന്നത്. LDF സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് റോഡ് ഷോയിൽ പങ്കെടുക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ നെയ്യാറ്റിൻകരയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിലെ താനെ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ പൊതുറാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 1977 ജനുവരി 1 മുൻപ് സംസ്ഥാനത്തെ വനഭൂമിയിൽ കുടിയേറി താമസിച്ചു വരുന്നവർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി വിവരശേഖരണ നടപടികൾ ഈ മാസം 30 വരെ നീട്ടി. അർഹരായ ഗുണഭോക്താക്കൾക്ക് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിൽ അപേക്ഷ നൽകാമെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ അറിയിച്ചു. അതത് പ്രദേശത്ത് ബാധകമായ ഭൂപതിവ് ചട്ടങ്ങൾ അനുസരിച്ചാകും പട്ടയങ്ങൾ നൽകുക. കുള്ളൻ പശുക്കളെ സംരക്ഷിക്കാനുള്ള പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. കൊല്ലം ജില്ലയിലെ കൊച്ചരിപ്പ വനസംരക്ഷണ സമുച്ചയത്തിൽ പട്ടികവർഗ ഊരുകളിലെ മൃഗസംരക്ഷണ ക്യാമ്പുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൊച്ചരിപ്പ, ഇടപ്പണ, കടമാൻകോട്, വഞ്ചിയോട്, തെന്മല എന്നിവിടങ്ങളിൽ പരമ്പരാഗതമായി വളർത്തുന്നവയാണ് കുള്ളൻ പശുക്കൾ. പശുക്കളുടെ ജനിതക പഠനം നടത്താൻ വെറ്ററിനറി സർവകലാശാലയെ ചുമതലപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. കൊച്ചി വാട്ടർ മെട്രോ മറ്റന്നാൾ മുതൽ പുതിയ റൂട്ടുകളിൽ സർവീസ് ആരംഭിക്കും. ഹൈക്കോർട്ട് ജംഗ്ഷൻ ടെർമിനലിൽ നിന്ന് ബോൾഗാട്ടി, മുളവുകാട് നോർത്ത് ടെർമിനലുകൾ വഴി സൌത്ത് ചിറ്റൂർ ടെർമിനൽ വരെയാണ് ഒരു റൂട്ട്. സൌത്ത് ചിറ്റൂർ ടെർമിനലിൽ നിന്ന് ഏലൂർ ടെർമിനൽ വഴി ചേരാനെല്ലൂർ ടെർമിനൽ വരെയുള്ളതാണ് രണ്ടാമത്തെ റൂട്ട്. ആക്രമണ സ്വഭാവമുള്ള നായ്ക്കളുടെ വിൽപ്പനയും വളർത്തലും രാജ്യത്ത് നിരോധിക്കണമെന്ന നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ. മനുഷ്യജീവന് അപകടകരമായ 23 നായ ഇനങ്ങളെ വിൽക്കുന്നതും വളർത്തുന്നതും നിരോധിക്കണമെന്നാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മൃഗസംരക്ഷണ മന്ത്രാലയം നിർദ്ദേശം നൽകിയത്. നിലവിൽ വളർത്തു മൃഗങ്ങളായുള്ള ഈ ഇനത്തിലെ നായ്ക്കളെ വന്ധ്യംകരണം നടത്തണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് ലോക ഉപഭോക്തൃ അവകാശ ദിനം. ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും സ്വയം ബോധവൽക്കരിക്കാനുമായി 1983 ആദ്യമായി ഉപഭോക്തൃ അവകാശ ദിനം ആചരിച്ചു തുടങ്ങിയത്. ഉപഭോക്താക്കൾക്ക് വേണ്ടി ഉത്തരവാദിത്തമുള്ളതും നീതിപൂർവകവുമായ നിർമ്മിത ബുദ്ധി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെത്തി. പത്തനംതിട്ടയിൽ പൊതുയോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും ചുമതലയേറ്റു. സംസ്ഥാനത്തെ മുൻഗണനാ കാർഡുകാർക്കുള്ള
റേഷൻ മസ്റ്ററിംഗ് സാങ്കേതിക തകരാർ മൂലം ഭാഗികമായി നിർത്തിവച്ചതായി മന്ത്രി GR അനിൽ. മഴക്കാലം മുന്നിൽ കണ്ട് പകർച്ചവ്യാധികൾക്കെതിരെ ശക്തമായ പ്രതിരോധ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.